എല്ലാവർക്കും സ്വാഗതം. യേശു പ്രാർത്ഥന കേൾക്കുന്നു. യേശു പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. 2616 യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് കണ്ടോ, യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് യേശുവിനെ, ഞാൻ ആ പാരഗ്രാഫ് മുഴുവൻ വായിക്കാം. മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ ശ്രദ്ധിക്കണം. യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി. വാക്കുകളിലൂടെയോ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് കുഷ്ഠരോഗി സുഖപ്പെടുത്തുന്നത്, ജൈറൂസിൻ്റെ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നത്, കാനാൻകാരി സ്ത്രീയുടെ കാര്യം, നല്ല കള്ളൻ്റെ പ്രാർത്ഥന, ഇതെല്ലാം വാക്കുകളിലൂടെയോ നിശബ്ദതയിലൂടെയോ, മറ്റു പലതും നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കുന്നത്. തളർവാദക്കാരനെ ചുമന്നവർ, അവർ നിശബ്ദമായിട്ട് തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. കണ്ടോ, യേശുവിൻ്റെ വസ്ത്രാഞ്ജനത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി നിശബ്ദമായിട്ട്, കണ്ണീരും സുഗന്ധദ്രവ്യവുമായി വന്ന പാപിനി, ഇതെല്ലാം പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളാണ്. നിശബ്ദതയോടെ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രവിക്കുന്നു. ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ, അല്ലെങ്കിൽ യേശുവേ ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്നുള്ള അന്ധരുടെ തീഷ്ണമായ നിലവിളി. ഈശോ ജപം, അതാണ് ഈശോ ജപം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത പ്രാർത്ഥനയിൽ ആവർത്തിക്കപ്പെടുന്നു. കർത്താവായ യേശുവേ, ദൈവപുത്ര, പാപിയായ എൻ്റെ മേൽ കനിയണമേ. രോഗങ്ങൾ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ മോചിക്കുകയോ ചെയ്തുകൊണ്ട് യേശു വിശ്വാസ പ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. ഉണ്ടോ? ഇനി അടുത്തത് നമ്മൾ പല പ്രാവശ്യം പറയാറുള്ള കാര്യമാണ്. വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുന്നു. അതുകൊണ്ട് അവിടുന്നിൽ നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റുപറയാം. ഇവിടെ അല്പം വിശദീകരണം ആവശ്യമുള്ളൊരു കാര്യമാണത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് യേശുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അത് പോരാ, നമ്മൾ അതിലുള്ള ആ അനന്യത, യേശുവിലുള്ള ആ അനന്യത, യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിലൂടെയും യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെയും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ആ സൗരഭ്യം, ആ രഹസ്യം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അതാണ് പൗലോസ് ശ്ലീഹയുടെ ലേഖനത്തിൽ പൗലോസ്
മോശയുടെ നിയമവും മോശയുടെ തത്വങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന വാശിയിൽ ക്രിസ്ത്യാനികളെ, ക്രിസ്തു മാർഗത്തിൽ ആയിരിക്കുന്നവരെ പീഡിപ്പിച്ച വ്യക്തിയാണ് എന്തോ. പക്ഷേ ആ പൗലോസ് പിന്നീട് പറയാണ്, അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 8-ാമത്തെ വചനം. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും, കണ്ടോ, എന്നിട്ട് പറയുന്ന വാക്ക് കണ്ടോ, ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. ഇതെന്തിനാ? ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി കാണപ്പെടുന്നതിനും. അപ്പോൾ നമ്മൾ 3 കാര്യമാണ്: ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവുമായി ഒന്നാകുക. ഞാൻ ഇന്നലെ എൻകൗണ്ടർ എന്ന് പറഞ്ഞായിരുന്നു. ക്രിസ്തുവുമായിട്ട് എൻകൗണ്ടർ ചെയ്യുക എന്നുള്ളതിൻ്റെ സംക്ഷിപ്തത്തിൽ ഇതാണ്: ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ നേടുക എന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ ഇന്നും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് ജീവിതകാലം മുഴുവനും പഠിച്ചാലും തീരില്ല എന്ന മറ്റൊരു ബോധ്യമുണ്ട്. കാരണം എന്താ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അനന്തമായ ജ്ഞാനമാണ്. അത് അനന്തമായ ജ്ഞാനമായതുകൊണ്ട് നമ്മുടെ മനുഷ്യായുസ്സിൽ മുഴുവനും അത് നമുക്ക് മനസ്സിലാകില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയണത്, അത് അദ്ദേഹത്തിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട വലിയൊരു ബോധ്യം ഇതാണ് നമുക്കുണ്ടാകേണ്ട ബോധ്യം. നമ്മൾ ഇനിയും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്. ഞാനിത് പറയുന്നതിന് വേറൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ മക്കൾ, വിദ്യാഭ്യാസ സമ്പന്നരായ നമ്മുടെ മക്കൾ, ഡിഗ്രി എടുത്തവർ, ഡോക്ടറായിട്ടുള്ളവർ, എൻജിനീയറായിട്ടുള്ളവർ, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വളരെ വലിയ വിദഗ്ധരായിട്ടുള്ള വലിയ റാങ്ക് മേടിച്ചവർ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് വേണ്ട കാര്യം അറിയില്ല. അവർ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുമില്ല. അതിൻ്റെ ഒരു കാരണം, എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുന്നതിൽ, ഒരു കാരണം നമ്മൾ തന്നെ, മാതാപിതാക്കളായ നമ്മളും കാറ്റഗിസം ടീച്ചേഴ്സായ, ഫോർമേറ്റേഴ്സായ നമ്മളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന് പൂർണ്ണമായ, അല്ലെങ്കിൽ ഒരുവിധം പൂർണ്ണമായ ഒരു പ്രാമുഖ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഇതൊരു 20 വർഷം മുമ്പ് നടന്നതാണ്. ഞാൻ ആ സ്ഥലം ഇതൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ അവിടെ ശക്തമായ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അപ്പോൾ അവിടുത്തെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ? കുട്ടികൾക്ക് 10ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് പരീക്ഷ തുടങ്ങാൻ പോവുകയാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ സിസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം കുട്ടികൾക്ക് എല്ലാം നല്ല മാർക്ക് കിട്ടണം, റാങ്ക് കിട്ടണം, സ്കൂളിന് പേരുണ്ടാവണം, ഇതൊക്കെ ആയിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ ഓടുകയല്ലേ. എവിടെ പ്രാർത്ഥിക്കാൻ വേണോ അവിടേക്ക് ഓടുകയാണ്. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്.
ഇവിടെ നമ്മുടെ എതിർ പാർട്ടിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ദൈവം എന്നേ പറയാറുള്ളൂ, യേശു എന്ന് പറയാറില്ല. അതുകൊണ്ട് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ, ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവണേ? കർത്താവായ യേശുവിൻ്റെ പേര് പറയാണ്ട്, ഈശോയുടെ പേര് പറയാണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയല്ല, സിസ്റ്റർമാരെ ക്ഷമിക്കണേ, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, അവിടുത്തെ സാഹചര്യം അതുപോലെ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ പാവം സിസ്റ്റർമാർ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ജ്ഞാനവും വിശ്വാസത്തിൻ്റെ എല്ലാം. ഞാൻ ആലോചിച്ചു, ദൈവമേ എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. പക്ഷേ ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുതല്ലോ. 250ഓളം കുട്ടികളും അവരുടെ ടീച്ചർമാരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഒരാശയം തോന്നി, എൻ്റെ മനസ്സിലൊരാശയം തോന്നി. ഞാനത് അപ്പോൾ അവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട സിസ്റ്റർ, ഞാനൊരു കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല, ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ അങ്ങനെ പറയില്ല. അത് കഴിഞ്ഞ് ഈ കുട്ടികളെ ഹാളിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും 9ാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് പോകാമല്ലോ, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ അവരും വരട്ടെ. അപ്പോൾ വേറൊരു 250 കുട്ടികൾ വന്നു. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഹൈസ്കൂളല്ലേ, ഞങ്ങൾക്കും വേണ്ടി ഹൈസ്കൂളിന് മുഴുവനും വേണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവരും വന്നു. എന്തിനു പറയണു? അപ്പോൾ വീണ്ടും ഒരു 250. അപ്പോൾ 750ഓളം കുട്ടികളും അവരുടെ ടീച്ചർമാരും എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ക്രൂശിത രൂപം ഉണ്ടോ? ഉണ്ട്. ക്രൂശിത രൂപം എടുത്തു തന്നു. ആ ക്രൂശിത രൂപം, അതായത് ഈശോയുടെ ക്രൂശിത രൂപം, ഈശോയുടെ മേൽ രക്തമെല്ലാം പൊടിഞ്ഞിട്ടുള്ള ക്രൂശിത രൂപം. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവരെ എല്ലാം അഭിസംബോധന ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈ ക്രൂശിത രൂപം എടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാരാ എന്ന് ചോദിച്ചു. ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ? അവരെന്ത് പറഞ്ഞു? അത് യേശുവാണ് എന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടോ, ഞാൻ പറഞ്ഞില്ല യേശുവിൻ്റെ പേര് കേട്ടോ. അതാണ് പ്രൈസ് ദി ലോർഡ്. ഈ യേശു നിങ്ങളുടെ ആരാ? യേശു ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യേശു ദൈവമാണെന്ന് പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല, അത് യേശുവാണെന്ന് പറഞ്ഞു. പിള്ളേർ അവർക്കറിയാം ആ യേശു ആരാ? യേശു ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകണു, കയ്യിൽ നിന്നെല്ലാം രക്തമൊഴുകണു. ഈ യേശു നിങ്ങളുടെ ആരാ? യേശു ദൈവമാണ്. നിങ്ങളാരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആണോ? ആണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശു ദൈവമാണ്. യേശു ദൈവമകനാണോ? യേശു ദൈവമകനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നിങ്ങളും യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ആലോചിച്ച് നോക്ക്. 20 വർഷം മുമ്പ്, ഇപ്പോൾ നമ്മൾ കാറ്റഗിസത്തിൽ യേശു സഹോദരനാണെന്നെല്ലാം ഇവിടെ പ്രബോധനമായിട്ട് നമ്മൾ പഠിക്കുന്നു. അന്ന് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, യേശു ഞങ്ങളുടെ സഹോദരനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, കറക്റ്റ്, യേശു നിങ്ങളുടെ സഹോദരനാണ്. എന്നിട്ട് ഈ യേശുവിൻ്റെ കയ്യിൽ നിന്നും നെഞ്ചിൽ നിന്നൊക്കെ ഈ രക്തമൊഴുകണം എന്താ? നിങ്ങളുടെ സഹോദരനായ യേശുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്തമൊഴുകണം എന്താ എന്ന് പറഞ്ഞപ്പോഴേക്കും പാവം കുഞ്ഞുങ്ങൾക്കൊക്കെ സങ്കടമായി. എന്താ കാരണം? അപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു, ഞങ്ങളുടെ പാപം കാരണമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴേക്കും സാഹചര്യം ഇനി കൂടുതൽ ഈ ടീച്ചർമാരും ഇവരെല്ലാവരും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ യേശു
നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. യേശു നിങ്ങളിലുണ്ട്. യേശു നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവൻ ബലിയർപ്പിച്ചത്. യേശു ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ജ്ഞാനം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോ സുഖപ്പെടുത്തും. ആ സുഖപ്പെടുത്തുന്നതിൻ്റെ കാര്യം ഈശോ ദൈവമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരീരത്തിൽ അസുഖങ്ങളുണ്ടോ? അപ്പോൾ കുറേ കുട്ടികൾ കൈപൊക്കി. ഒരാൾക്ക് തലവേദന, ഒരാൾക്ക് വയറ്റിൽ വേദന, ഇങ്ങനെ കുറേ വേദനകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അസുഖം മാറിയില്ലെങ്കിലോ എന്ന് ചോദിച്ചു. സാറ് പ്രാർത്ഥിക്കുമ്പോൾ അസുഖം മാറിയില്ലെങ്കിലോ? എന്നെ ശരിക്ക് വെല്ലുവിളിച്ചൊരു നിമിഷമായിരുന്നു. ഞാൻ പറഞ്ഞു, അസുഖം തീർച്ചയായിട്ടും മാറും. കാരണം ഞാൻ വിശ്വസിക്കുന്നു യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവമായ യേശു എന്നിലുണ്ടെന്നും ഈശോ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അത്ഭുതം നടത്തും, ഞാൻ അസുഖം മാറ്റും. ആ യേശു നിങ്ങളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അസുഖം മാറിയില്ലെങ്കിൽ ഞാൻ ഇന്നു മുതൽ എൻ്റെ പ്രീച്ചിങ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഐ വിൽ സ്റ്റോപ്പ് മൈ പ്രീച്ചിങ്. ഇത് കേട്ടു നിന്ന സിസ്റ്റർമാരും ഇത് കേട്ടു നിന്ന ടീച്ചർമാരും കസേരയിൽ നിന്ന് എണീറ്റു. അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അവർക്കും പേടിയായി, ദൈവമേ അസുഖം മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എന്തിനു പറയണു. എല്ലാവരുടെയും രോഗം മാറി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ വിട്ട് കരയാൻ തുടങ്ങി. അവരെല്ലാം ഈശോനെ കാണുന്നു, ദർശനം കാണുന്നു, അവരുടെ വേദന മാറുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കുട്ടികൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, അത് അഭിഷേകമാണ്. അങ്ങനെ ഒരു സംഭവം ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ ഫോൺ വിളിച്ച് പറഞ്ഞു, സിസ്റ്റർ പറയാണ്, തോമസ് പോൾ ബ്രദറെ, ഈ സ്കൂളിൻ്റെ 25 വർഷത്തിലേറെയുള്ള ചരിത്രത്തിൽ ഇത്രയും നല്ല ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് 100% ഫസ്റ്റ് ക്ലാസ് കിട്ടി പാസ്സായി. ഇതുപോലെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിത് പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മിസ്റ്ററി ഓഫ് മിസ്റ്ററീസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ തന്നെ സ്വീകരിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു അനുഭവം. പല മാതാപിതാക്കളും പറയണം, എൻ്റെ ബ്രദറെ, എൻ്റെ മക്കൾ ഇതേമാതിരിയാണ്, അവർക്ക് വിശ്വാസമില്ല, എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതാണ്, ഈ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നമുക്കുണ്ടായിരിക്കേണ്ട പൂർണ്ണത, മറ്റൊരു വാക്ക് പറയാണ് ഒരു പക്വത, അതിലെ ഒരു അനന്യത പൂർണ്ണമായിട്ട് നമുക്കില്ല. എന്നോട് ക്ഷമിക്കണേ ഇത് പറയണത്. ഇപ്പം ഞാൻ 30 വർഷമായിട്ട് ഇതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി രാപകൽ അധ്വാനിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിന് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോലും എനിക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ ഞാൻ ഇനി ഒരുപാട് വളരാനുണ്ടെന്നുള്ളതാണ് സത്യമായിട്ട്. ഇതാണ് ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. എന്ന് വിചാരിച്ചു, വീടുകളിലുള്ള വാട്ടർ ടാങ്കിൽ. ആ വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പൈപ്പ് തുറന്നപ്പോൾ വെള്ളത്തിനൊരു പ്രഷറില്ല. വെള്ളം കുറേശ്ശെ വരുന്നുണ്ട്, നൂല് പോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചാൽ എന്താ ഇന്ന് വെള്ളം അടിച്ചില്ലേ? ഇന്ന് വെള്ളം അടിച്ചില്ല. എന്നാൽ വെള്ളം അടിക്കി.
അതായത് വാട്ടർ ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളമുള്ളപ്പോൾ എന്തുണ്ടാവും? പ്രഷർ ഉണ്ടാവില്ല. വെള്ളം വരുന്നുണ്ട്, ഒരു പ്രഷറില്ല. അങ്ങനെ നമ്മൾ വെള്ളം അടിച്ച് വാട്ടർ ടാങ്ക് ഫുള്ളായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വരുന്ന, അത് കഴിഞ്ഞിട്ട് പൈപ്പ് തുറന്നപ്പോൾ എന്ന് പറഞ്ഞ് ചീറ്റി വരികയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഫുള്ളായിട്ടുണ്ടാകുമ്പോൾ അത് നമ്മളിൽ നിന്ന് എന്ന് പറഞ്ഞ് ചീറ്റി മറ്റുള്ളവരിലേക്ക് ഒഴുകും. പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ. ഇപ്പം ചിലർ പറയും, എൻ്റെ ബ്രദറെ ഞാനൊരാൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വിശ്വാസമില്ല. ചിലർ പറയും ഭർത്താവ് ഒന്നായിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ ബ്രദറെ എൻ്റെ ഭാര്യയ്ക്ക്. ഈ ഒരു കോൺഫ്ലിക്റ്റ് പല സ്ഥലത്തുണ്ട്. ഇനി രണ്ടുപേർക്കും വിശ്വാസം ഉണ്ടായിട്ട് തന്നെ മക്കൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയുമുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു കാരണം ഇതാണ്. നമ്മൾ ക്ഷമിക്കണം കേട്ടോ ഞാനിത് പറയണത്. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ചടങ്ങായിട്ട് പ്രാർത്ഥിക്കുന്നു. പിള്ളേരെ സമയടാ, കർത്താവിൻ്റെ വലയല്ലടാ, ക്രിസ്തുവരിക്കടാ, പ്രാർത്ഥിക്കടാ, അല്ലെങ്കിൽ പള്ളി പോകാൻ സമയടാ, പള്ളി പോകും. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വിശുദ്ധ കുർബാനയിൽ തന്നെ ആയാലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അതിലുള്ള ജ്ഞാനം നമുക്ക് പൂർണ്ണമായിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, ഇതിനെ നമ്മളൊന്ന് ഈ മേഖലയിൽ നമ്മളൊന്ന് വളരാൻ എനിക്ക് ഇന്നലെ ഒരു ആശയം കിട്ടുന്നത്, നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒരു 3 ദിവസമെങ്കിലും നിങ്ങളെല്ലാവരും ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് കൊളോസ്യ ലേഖനം, ഗലാത്യ ലേഖനം, ഈ ലേഖനങ്ങൾ മാത്രം എടുത്തിട്ട് ഒന്ന് വായിച്ച് പഠിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മളങ്ങ് അതിനുവേണ്ടി മാത്രം വേറെ ഒന്നും നോക്കാതെ ഒരു 3-4 ദിവസം അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, പൗലോസ്ലീഹ പറയണത്, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ, 1 കൊരിന്ത്യർ 2:2, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് വിചാരിച്ചു. ഇത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. പൗലോസ് എന്തോ ഒരു വലിയ ഒരു ജ്ഞാനിയായിരുന്നു. പൗലോസ് എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം പറയാണ്, ഞാൻ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ വിമർശിക്കുകയല്ല, നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 100 കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണോ അറിയണോ, അതിൻ്റെ ഇടയിൽ ഇച്ചിരി യേശുക്രിസ്തുവിനെ കുറിച്ച്. അങ്ങനെ അല്ലാതെ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക കുറച്ച് സമയം യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം. ഞാൻ പണ്ട് ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്ന് ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള എഴുത്തുകൾ വരുമായിരുന്നു, അവിടെ ധ്യാനാനുഭവം. അപ്പോൾ അതിനകത്തൊരു സഹോദരി എഴുതിയൊരു കത്തിതായിരുന്നു, എൻ്റെ ബ്രദറെ ഈ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ പള്ളിയിൽ വായിക്കണത് പിള്ളേരല്ലേ വായിക്കണത്. ലേഖനം വായിക്കണത് സാധാരണ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അത് പിള്ളേർക്കുള്ളതാണ്. പക്ഷേ ഇപ്പം ബ്രദർ ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് ഈ ലേഖനങ്ങളിലാണ് ക്രിസ്തു വിജ്ഞാനീയം നിറഞ്ഞിരിക്കുന്നതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട വലിയ ഒരു കാര്യം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അതാണ് കൊളോസ്യോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുന്നത്, അവനിലാണല്ലോ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി ഒളിഞ്ഞിരിക്കുന്നത്. അവനിലാണല്ലോ. 1 കൊരിന്ത്യർ 1:30 നമ്മൾ കേട്ടു. 1 കൊരിന്ത്യർ 1:30 പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ആലോചിച്ചു, ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. യേശുവാണ് ദൈവത്തിൻ്റെ ജ്ഞാനം.
ആ ജ്ഞാനത്തിലൂടെയാണ് പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത്. എബ്രായർ 2:1-2. ആ ജ്ഞാനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്. പക്ഷേ ആ ജ്ഞാനം തന്നെയായ സകല സൃഷ്ടികളുടെയും ആദ്യ സൃഷ്ടിയായ ആ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മൾ വിചാരിക്കുക, അയ്യോ യേശുവിൻ്റെ പേര് പറയണ്ടട്ടാ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊണ്ടിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കണേ? അത് ഉൾക്കൊണ്ടിട്ടാണോ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത്? വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു, ബ്രദറെ, അപ്പോൾ യേശു ക്രിസ്തു ഒരിക്കൽ ബലി അർപ്പിച്ച കഴിഞ്ഞല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാ ദിവസവും ബലി അർപ്പിക്കണമെന്ന്? അപ്പോൾ എന്നോട് ക്ഷമിക്കണം, ഇതാണ് നമ്മളുടെ ചിന്ത. യേശു ക്രിസ്തു അർപ്പിച്ച ആ ഒരേ ഒരു ബലി അർപ്പിച്ചിട്ടുള്ളൂ. ആ ബലിയുടെ ഓർമ്മ ആചരിക്കുകയാണ് നമ്മൾ എല്ലാ ബലിയിലും. ഓർമ്മ ആചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ പോലെ അല്ലാതെ നമ്മൾ ഈ യേശു ക്രിസ്തു അർപ്പിച്ച ആ ഒരു ബലി വിശുദ്ധ കുർബാന ഒരു സാക്രമെൻ്റായി നമ്മൾ അർപ്പിക്കുമ്പോൾ ആ ഒരു ബലി എന്നേക്കുമായിട്ട് അർപ്പിച്ച ബലിയാണ്. ഇന്ന് ജീവിക്കുന്ന നമുക്ക് കൂടി വേണ്ടി അർപ്പിച്ച ബലിയാണ്. ആ ഒരു ബലി തന്നെയാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. അതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് കൂടി വേണ്ടിയാണ് നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് കേട്ടോളൂ. യേശു ക്രിസ്തു അർപ്പിച്ച ആ ഒരു ബലിയുടെ പുനരാവിഷ്കരണമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നത്. റിപ്പീറ്റേഷൻ അല്ല. യേശു ക്രിസ്തു ഒരിക്കലേ അർപ്പിച്ചിട്ടുള്ളൂ ബലി. ആ ബലി എന്നേക്കുമായിട്ടാണ് അർപ്പിച്ചത്. അതൊരിക്കൽ അർപ്പിച്ചപ്പോൾ തന്നെ അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ബലിയുടെ പുനരാവിഷ്കരണമാണ്. അപ്പം ഞാനത് പറഞ്ഞത് ഇതൊക്കെ നമ്മൾ ഇനി അറിയാനുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ യേശു പ്രാർത്ഥന കേൾക്കുന്നു, യേശു പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും കേൾക്കപ്പെടുന്നില്ല? അതിൻ്റെ കാരണമാണ് ഞാനീ പറയണത്. അതിൻ്റെ ഒരു കാരണം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും ജ്ഞാനത്തിലും നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനന്യത എന്ന് പറഞ്ഞാൽ മനസ്സിലായി തോന്നുന്നു മലയാളത്തിൽ. അനന്യത എന്ന് പറഞ്ഞാൽ യുണീക്നെസ്. ബൈബിളിൽ ഒരുപാട് വ്യക്തികളുണ്ട്, എന്നാൽ അതിൽ മോശയുണ്ട്, ജോഷുവ ഉണ്ട്, പ്രവാചകന്മാരുണ്ട്, എന്നാൽ യേശു ഉണ്ട്. അവരിൽ ഒരാളായിട്ടല്ല യേശുവിനെ കാണുന്നത്. ബൈബിളിൽ ഒരുപാട് വ്യക്തികളിൽ ഒരാളായിട്ടല്ല യേശുവിനെ കാണേണ്ടത്. യേശു മാത്രമാണ്. ഒന്ന് തിമോത്തി 1:17 നല്ല റെഫറൻസാണ്. എന്നാൽ അവനാകട്ടെ പാപികൾക്ക് വേണ്ടി അനേകമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ, ഓക്കെ, താങ്ക് യു. 1 തിമോത്തി 1:17 പറയുന്നുണ്ട്. 1 തിമോത്തി 1:17 പൗലോസ് പറയണത്, ഞാനിതിവിടെ ഈ ഓസ്ട്രിയയിലെ ഒരു പബ്ലിക് ഒരു മാർപ്പാപ്പ, അതായത് ബെനഡിക്റ്റ് പിതാവ് ഓസ്ട്രിയ സന്ദർശിച്ചപ്പോൾ അന്ന് ബെനഡിക്റ്റ് പിതാവ് പറഞ്ഞ വചനമാണ്. അത് കേട്ടിട്ട് ഇവിടുത്തെ പത്ര റിപ്പോർട്ടർമാരെല്ലാം ഷോക്കടിച്ചു. എന്താ പിതാവ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷെ പിതാവ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞതും കൂടി ഞാൻ പറയാം. അതിനകത്ത് പറഞ്ഞതാണ്, ഏകദൈവമാണ്. 1 തിമോത്തി 1:17 പറയുന്നത് എന്താണ്? യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിൽ എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. കണ്ടോ? യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവം. അപ്പോൾ യേശുവാണ് ഏകദൈവമെന്നും എന്ന് വിശ്വസിക്കണം. അതാണ്, അത് ഏറ്റുപറയണം. അതിൽ നമുക്കുണ്ടാകുന്ന അടിയുറച്ച വിശ്വാസം. അപ്പോൾ മാർപ്പാപ്പ ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ യേശുവാണ് ഏക ദൈവമെന്ന് പറഞ്ഞപ്പോൾ, ഒരു വലിയ പബ്ലിക് പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ
പലരും അങ്ങോട്ടും കൂടി നോക്കാൻ തുടങ്ങി, ഇതെന്തൊരു ഫനാറ്റിസമാണ്, അപ്പോൾ ബാക്കിയുള്ള മതങ്ങളിലൊന്നും ദൈവം ഇല്ല എന്നുള്ള മാതിരി. അപ്പോൾ മാർപ്പാപ്പ പറയാണ്, ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം, ഞാൻ എന്തോ ഒരു ഫനാറ്റിക് അപ്രോച്ച് പറയുന്നതാണെന്ന്. പക്ഷേ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് സത്യമാണ്. ഈ സത്യത്തിലാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവനും കൊളുത്തിയിട്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല, ഇത് സത്യമാണ്. അതാണ് ബെനഡിക്റ്റ് പിതാവ്, എല്ലാ മാർപ്പാപ്പമാരും അത് തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സത്യത്തിൽ യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിക്കുക. യേശു ക്രിസ്തു ഏക ദൈവമാണെന്ന് ഉണ്ടോ? പൗലോസിൻ്റെ വലിയ പ്രഖ്യാപനവും ഇതാണ് സത്യം. അതാണ് നമ്മൾ സർവാധിപനാം കർത്താവേ എന്ന് പാടുമ്പോഴും വിശുദ്ധ കുർബാനയിലെ ഓരോ പ്രാർത്ഥനകളിലും നമ്മളിതുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. യേശു ക്രിസ്തു ചുമ്മാ നമ്മൾ എന്ത് യേശുവിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടണതൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിക്കുക. എന്നിട്ട് കിട്ടാത്തതിൻ്റെ കാര്യം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ആ സത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ സ്വീകരിക്കുകയും അത് പ്രഘോഷിക്കുകയും വേണം. പരസ്യമായിട്ടത് പ്രഘോഷിക്കണം. അത് പരസ്യമായിട്ട് പ്രഘോഷിക്കുന്നതിലാണ് അതിൻ്റെ ശക്തി ഇരിക്കുന്നത്. യേശുക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വന്ന ഒരാളാണെന്നല്ല വിശ്വസിക്കേണ്ടത്. ഏകദൈവം സകലത്തെയും സൃഷ്ടിച്ച, സകല മനുഷ്യരെയും സൃഷ്ടിച്ച, ആദിയിലുണ്ടായതും സകലത്തെയും അവനിലൂടെയാണ് സൃഷ്ടിച്ചത്. അതും നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ വയ്ക്കുകയാണ്. അടുത്ത 3 ദിവസം നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ലേഖന ഭാഗങ്ങളിലുള്ള വായിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ലയിക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കെല്ലാം പ്രസരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പ്രസരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ വാട്ടർ ടാങ്കിൽ താഴെ കിടക്കണ ഒരു കുറച്ച് വെള്ളത്തിൽ നിന്ന് തുള്ളിയായിട്ട് പോകണ മാതിരിയാണ് ഇപ്പോൾ നമ്മുടെ വിശ്വാസം. അത് പോരാ, നമ്മുടെ വാട്ടർ ടാങ്ക് ഫുള്ളാകണം. നമ്മുടെ വാട്ടർ ടാങ്ക് ഫുള്ളായി കഴിയുമ്പോൾ അതിനകത്ത് ചീറ്റി വരും വിശ്വാസം, ജ്ഞാനവും. അതാണ് നമുക്ക് വേണ്ടത്. പ്രൈസ് ദ ലോർഡ്. നമുക്കിവിടെ നിർത്താം. നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. കർത്താവേ, നമുക്ക് സ്തുതിച്ചുകൊണ്ട് നമ്മളിത് തീരുമാനിക്കുക. ഈ കാലഘട്ടത്തിൽ കർത്താവ് നമ്മൾക്ക് തരുന്ന വലിയൊരു സമ്മാനമാണിത്. ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം.